തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പിങ്ക് പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയിരുന്ന മദ്യപാനിയുടെ അഭ്യാസം. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിന് സമീപത്താണ് സംഭവം. അരമണിക്കൂറോളം വാഹനത്തിന് മുകളിലിരുന്നയാളെ പോലീസ് ഇറക്കിവിട്ടു. പെട്രോളിംഗിന്റെ ഭാഗമായിട്ടാണ് പിങ്ക് പോലീസ് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിലെത്തിയത്. പോലീസുകാർ വാഹനം നിർത്തി പുറത്തുപോയപ്പോഴായിരുന്നു മദ്യപന്റെ പരാക്രമം. അരുൺ മോഹൻ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, അരമണിക്കൂറോളം ഒരു പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയിരുന്ന് ഒരു മദ്യപാനി പരാക്രമം കാണിക്കുന്നു, അഭ്യാസം കാണിക്കുന്നു. ആ സമയം മറ്റാരും ഇത് കണ്ടിരുന്നില്ലേ? പോലീസുകാരോ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലേ? ഇയാൾ മറ്റാർക്കെങ്കിലും നേരെ, പോലീസുകാർക്കോ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർക്കോ നേരെയോ പരാക്രമം കാട്ടാൻ ശ്രമിച്ചിരുന്നോ? ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഇത്തരത്തിൽ കൗതുകവും ഒപ്പം ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു മദ്യപൻ, അയാൾ വൈകുന്നേരം മുതൽ ഈ പറയുന്ന പ്രദേശത്ത് മദ്യപിച്ച് ലക്കുകെട്ട് യാത്രക്കാരുൾപ്പെടെ അസഭ്യം പറയുന്ന ഒരു നിലയിലായിരുന്നു. എന്നാൽ ഈ സമയത്തായിരുന്നു ഈ പിങ്ക് പോലീസുകാർ അവിടെ എത്തുന്നത്. പെട്രോളിംഗിന്റെ ഭാഗമായിട്ടാണ് അവരിവിടെ എത്തുന്നത്. തുടർന്ന് അവർ അവരുടെ ജോലിയുടെ ഭാഗമായി ഈ പറയുന്ന ജിപ്പയ്ക്കകത്ത് പോകുന്ന സമയത്തായിരുന്നു ഇദ്ദേഹം ഈ വാഹനത്തിൽ, ഇവരുടെ കാറിന് അടുത്തെത്തുകയും അതിൽ ആദ്യം ചാടി നിൽക്കുന്നു. പിന്നെ ലക്കുകെട്ട് അവിടെ കുറെ പരാക്രമങ്ങൾ കാണിച്ചതിന് ശേഷം വാഹനത്തിന്റെ പുറത്ത് കയറി ഇരുന്നായിരുന്നു. അത് ഏറെ നേരം ഇരുന്നു. പക്ഷെ നാട്ടുകാർ ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിലും തുടർന്നുള്ള അസഭ്യവർഷം കാരണം നാട്ടുകാർ അവിടെ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. തുടർന്ന് ഈ പറയുന്ന പോലീസുകാർ എത്തി സ്ഥലത്തെത്തി ഇയാളെ അവരുടെ നിർദ്ദേശപ്രകാരം താഴെ ഇറങ്ങിയെങ്കിലും ഇയാൾ വാഹനത്തിൽ തന്നെ ചാരി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒടുവിൽ ഈ പറയുന്ന വാഹനം മുന്നോട്ടെടുത്ത് കടന്നു കളയാണ് പോലീസ് ചെയ്യുന്നത്. ഈ പറയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് പോലീസ് കൂടുതൽ ഗൗരവമായി എടുക്കുകയും ഇപ്പോൾ പ്രതിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് അത്തരത്തിലുള്ള കൃത്യം ചെയ്യുന്നുള്ള അന്വേഷണം നടന്നിട്ടുണ്ട്. മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഈ പ്രദേശത്തെ മദ്യപിച്ച് നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും പോലീസ് കാര്യമായ ഒരു അന്വേഷണത്തിന് മുന്നോട്ട് പോവുകയാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകും. ഇത് ഒരുപക്ഷെ ഇയാൾക്ക് ഈ മദ്യലഹരിയിലായിരിക്കാം പരാക്രമം കാട്ടിയത്. പക്ഷേ ഇതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. നടപടി തന്നെ സ്വീകരിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.